ബ്രേക്കപ്പ് ആയിട്ട് എന്തുകൊണ്ട് ഇതിനെപ്പറ്റി സംസാരിച്ചില്ല, എന്തുകൊണ്ട് ഈ കമന്റ് സെക്ഷൻ ഇങ്ങനെ വന്നിട്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് എല്ലാവർക്കും നമസ്കാരം. റീസെൻ്റ്ലി തൊപ്പിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് MDMA കേസുമായി റിലേറ്റ് ചെയ്തിട്ട് തൊപ്പി അകത്താകുമോ, തൊപ്പിക്കെതിരെ കേസ് എന്നൊക്കെ ഉള്ളൊരു വിഷയം അങ്ങും ഇങ്ങും തൊടാതെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സത്യാവസ്ഥ തെളിയട്ടെ, അതിനു മുമ്പേ തൊപ്പിയെ നമ്മൾ പറയുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്നും ചോദിച്ചു കഴിഞ്ഞാലും എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒന്നും എൻ്റെ വേണ്ട, ഇത്രയും പൈസയും ഫെയിമും ഉണ്ടായിട്ടൊന്നും കാര്യമില്ല എന്നുള്ള രീതിയിൽ അവസാനമായിട്ട് തൊപ്പി ഒരു വീഡിയോ സംസാരിച്ച് പോവുകയാണ് ചെയ്യുന്നത്, അങ്ങും ഇങ്ങും തൊടാതെ. അതിനുശേഷം തൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന സൂര്യനാരായണ വർമ്മ എന്നുള്ള രീതിയിൽ തൊപ്പി മാറും എന്നാണ് ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ചിന്തിച്ചത്. പക്ഷേ തൊപ്പി പിന്നെ പൊങ്ങുന്നത് ഇങ്ങനെ ഒരു കേസുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. നിലവിൽ അറിയാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ FIRലെ പേര് തൊപ്പി ആ ലിസ്റ്റിൽ ഇല്ല. സത്യം പറഞ്ഞാൽ തൊപ്പി ഇല്ല ലിസ്റ്റിൽ, പക്ഷെ തൊപ്പിയുടെ പേര് വന്നു. അപ്പോൾ എന്തുവാടെ അവസ്ഥ? എന്താണ് ഞാനും ചിന്തിച്ചത്. എന്തായാലും കൊള്ളാം, നല്ല രീതിയിൽ അതിനെ മാർക്കറ്റ് ചെയ്ത് തൊപ്പിയുടെ പേര് വെച്ചിട്ട് ആ കേസിനെ മാർക്കറ്റ് ചെയ്തു. പക്ഷേ ഈ വിഷയവുമായി റിലേറ്റ് ചെയ്തിട്ട് നിലവിൽ ഇപ്പോൾ തൊപ്പിയുടെ പേരൊന്നും ഇല്ല. പിന്നെ ഖാദർക്കയുടെയും സായിയുടെയൊക്കെ ചാനലിൽ നമ്മൾ കണ്ടതാണ്, പോലീസുകാരായിട്ട് സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ് അടക്കം. അങ്ങനത്തെ ഒരു സ്ഥിതിക്ക് അപ്പോൾ തൊപ്പി അതിൽ നിരപരാധിയാണെന്നുള്ള രീതിയിലാണ് ആ വിഷയം തെളിഞ്ഞു വരുന്നത്. പക്ഷേ അവിടെ 3 പെൺകുട്ടികളുണ്ടായിരുന്നു. ആരായിരുന്നു ആ 3 പെൺകുട്ടികൾ? തൊപ്പിയുടെ കൂട്ടുകാരുമൊത്ത് ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അങ്ങും തൊടാതെ അങ്ങും പിച്ച് കിടക്കുന്ന വിഷയംസ് ഉണ്ട്. പക്ഷേ തൊപ്പിയുടെ എക്സായിട്ടുള്ള ഫസ്മിന രംഗത്ത് വരുന്നുണ്ട്. രംഗത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എനിക്കതിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, എന്നാൽ കുറച്ച് കാര്യങ്ങൾ അവർ ചോദിക്കുന്നതും കറക്റ്റാണ്. എന്തായാലും നമുക്കതൊന്ന് നോക്കാം ആദ്യം. അപ്പം ഞാൻ എൻ്റെ നിവർത്തികേട് കൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഞാൻ ഒരിക്കലും ഇത് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരും ഇന്നലത്തെ കേസ് അറിഞ്ഞിട്ടുണ്ടാവും. തൊപ്പി ലഹരിയുടെ കേസിൽ ഒളിവിലാണ്. അപ്പം അതിൻ്റെ ഒപ്പം 3 പെൺകുട്ടികൾ കൂടിയുണ്ട്. അപ്പം അവരും ഒളിവിലാണെന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ആ 3 പെൺകുട്ടികളിൽ ഞാനുണ്ട്. സൂപ്പർ, സബാഷ്. അതാണ് നല്ല ഒന്നാം തരം അനുഭവം. അതായത് തൊപ്പി ഒളിവിലാണ്. തൊപ്പി കാരണം ഒളിവിൽ പോയതിൻ്റെ കേസ് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ പിടിച്ച് കൊണ്ടിടും. ഒരു കാര്യവും ഇല്ലെങ്കിലും തൊപ്പിയും കൂടി പിടിച്ചുകൊണ്ടിട്ടാലോ എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ തൊപ്പി ഒളിവിൽ പോയത്. ഇനി അവൻ ചിലപ്പോൾ ഒളിവിലും പോയിട്ടില്ലായിരിക്കും, വീട്ടിലായിരിക്കും. എന്തായാലും തൊപ്പിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള 3 പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി വസ്മിനയാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ മെഴുകാൻ തുടങ്ങി. ഇത് മെഴുകി വസ്മിനയുടെ വീട്ടിൽ വരെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി എന്നൊക്കെ ഉള്ളതാണ് സത്യാവസ്ഥ. അതൊക്കെ വളരെ വളരെ പുച്ഛകരമായൊരു കാര്യമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ വേറൊരു കേസ്, തൊപ്പിയുടെ കൂടെ പെൺപിള്ളേരെന്ന് പറയുന്ന ലിസ്റ്റിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് വസ്മിനെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഓഫ്കോഴ്സ് കുറച്ച് ആളുകൾ വന്ന് ചോദിച്ചേക്കാം, നീയാണോ അത്. പക്ഷെ അങ്ങനെ ചോദിക്കുന്ന ചോദ്യം തെറ്റാണ്. ഓഫ്കോഴ്സ് നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ അങ്ങനെ ചിന്ത ഓടിപ്പോയേക്കും, വസ്മിന ആയിരിക്കുമോ, പിന്നെ അവർ ബ്രേക്കപ്പ് ആയതല്ലേ, ഇനി ബ്രേക്കപ്പ് നാടകമാകും എന്നൊക്കെ ഉള്ള തോട്ടുകൾ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ വരും. കാരണം ഈ ബ്രേക്കപ്പിന് ശേഷം വസ്മിന തന്നെ ഒരുപാട് റീലുകൾ കരഞ്ഞ് മെഴുകി ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുമാതിരിയാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ ഉള്ള ഓപ്പണായിട്ട് പറയാം. അങ്ങനെ ചിലപ്പോൾ ആൾക്കാർ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടാകും. പക്ഷെ നമ്മളൊരു കാര്യം ചിന്തിക്കുക, അത് ഇതേ സിറ്റുവേഷനിൽ നിൽക്കുന്ന നമ്മളാണ്. നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരാളിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഫീൽ ആവും നമ്മൾ ചിന്തിക്കുക. അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. എന്തായാലും വസ്മിനയുടെ മനസ്സാ വാച കർമ്മന അറിയാത്ത കാര്യമാണ്. അവളുടെ അടുത്ത് പോയി എല്ലാവരും കൂടി ചോദിച്ചത്. എന്തായാലും ബാക്കി ഞാനില്ല, എനിക്ക് ആ കേസായിട്ട് ഒരു ബന്ധമില്ല. എൻ്റെ വീട്ടിലോട്ടൊക്കെ കുറേ പേര് വിളിച്ച് അതും ഇതും പറഞ്ഞ് വെറുതെ എൻ്റെ വീട്ടുകാർക്കും കൂടെ ടെൻഷൻ കൊടുത്തിട്ടുണ്ട്, ഒരാവശ്യമില്ലാണ്ട്. ഞാൻ ആ കേസിൽ ഇല്ല. പിന്നെ ഞങ്ങൾ കണ്ടന്റിന് വേണ്ടി ബ്രേക്കപ്പ് ആയെന്ന് വേറെ കുറേ ആൾക്കാർ പറയുന്നു. അത് സൂപ്പർ, കണ്ടന്റിന് വേണ്ടിയിട്ട് ബ്രേക്കപ്പ് ആയിരുന്നു. അത് ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നും. അതുകൊണ്ട് വേറൊന്നും കൊണ്ടല്ല, സോഷ്യൽ മീഡിയയാണ്. ചിലപ്പോൾ നിങ്ങൾ കണ്ടന്റിന് വേണ്ടി റിലേഷൻഷിപ്പായി, കണ്ടന്റിന് വേണ്ടി ബ്രേക്കപ്പായി എന്നൊക്കെ തോന്നും, സ്വാഭാവികമാണ്. പക്ഷേ തൊപ്പിയുടെ കേസിൽ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, അവൻ വളരെ ജെന്യൂനായിട്ടാണ് നിന്നതായിട്ടാണ് എനിക്ക് അന്ന് പേഴ്സണലി അവൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ എങ്ങനെ ഇവന് പെണ്ണ് കിട്ടിയെന്നുള്ളൊരു ചിന്ത എനിക്ക് അന്നും ഉണ്ടായിരുന്നു. കാരണം പബ്ലിക് പ്ലാറ്റ്ഫോമിലൊന്നും ഇത്ര അപരാധങ്ങളും വിളിച്ചു പറഞ്ഞ് കാണിച്ചു കൂട്ടുന്നവനൊക്കെ പെണ്ണ്, അല്ലാണ്ട് മാന്യമായിട്ട് ഇവിടെ ഇരിക്കുന്നവർക്കൊന്നും പെണ്ണില്ല, ഒരു രോദന എന്നങ്ങ് കൂട്ടിക്കോ. ഞങ്ങൾ കണ്ടന്റിന് വേണ്ടി ബ്രേക്കപ്പ് ആയതല്ല, ഞങ്ങൾ ഒറിജിനലി റിലേഷൻ നിർത്തിയതാണ്. ഞങ്ങൾ ജൂലൈയിലാണ് റിലേഷൻ നിർത്തുന്നത്. പിന്നെ എന്തുകൊണ്ട് അതിനെപ്പറ്റി ഇത്രയും നാളായിട്ട് സംസാരിച്ചില്ലെന്ന് ചോദിക്കുന്നതിനോട് എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു റിലേഷൻ നിർത്തുമ്പോഴത്തേക്കും നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കരി തേച്ചിട്ട് ഒരു കാര്യമില്ല. അതുള്ളതാണ്. ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ അത് അതിൻ്റെതായ വാല്യൂ നമ്മൾ കൊടുക്കണം. അത് ബ്രേക്കപ്പ് ആയാൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി അടിച്ച് ചെളിവാരി അടിച്ച്
അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ച് തള്ളക്കി വിളിക്കുന്നതായിരിക്കരുത് ഒരു ബ്രേക്കപ്പ് എന്നാണ് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത്. പരസ്പരം മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർത്ത് പിരിഞ്ഞു പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതാണ് അതിൻ്റെ ശരി. അല്ലാണ്ട് ബ്രേക്കപ്പായിട്ടോ അവ എന്നെ തേച്ചു ചതിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അടിച്ച് പിന്നെ തേപ്പ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് വേറൊരു കാര്യം. എൻ്റെ സൈഡുണ്ട്. ഓക്കെ, ഓപ്പോസിറ്റ് ആൾ എന്ത് ചെയ്തോട്ടെ, അതെന്നെ ബാധിക്കുന്നതല്ല. പക്ഷെ ഞാൻ പഠിച്ചിടത്തോളം എനിക്ക് വെറുതെ ഒരാളുടെ കുറ്റം പറയാൻ വന്ന് വലിച്ചു കീറുക, എനിക്ക് ഈ പരിപാടി നടക്കൂല. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാത്തത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്ത് വേണോ ചെയ്തോട്ടെ എന്ന് വസ്മിന പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ കുറ്റമല്ലേ പറഞ്ഞത് എന്നുള്ളൊരു ചോദ്യമാണ് എനിക്കിവിടെ തോന്നിയത്. എന്തോ വാട്ടവ. അല്ലാണ്ട് എനിക്ക് പറയാൻ റീസൺസ് ഇല്ലാത്തതുകൊണ്ടോ എനിക്ക് സംസാരിക്കാനില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. പിന്നെ എൻ്റെ കമന്റ് സെക്ഷനിൽ വന്ന ആൾക്കാർ പറയുന്നുണ്ട് റീച്ചിന് വേണ്ടി നിന്ന് അതാണ് ഇതാണ്. റീച്ചിന് വേണ്ടി ആണെങ്കിൽ എനിക്ക് ബ്രേക്കപ്പ് ആയിട്ട് ഇന്റർവ്യൂസ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാമായിരുന്നു, എന്തൊക്കെ ചെയ്യാമായിരുന്നു. എനിക്ക് ഒരു റീച്ചും വേണ്ട, ഒന്നും വേണ്ട. അപ്പോ ഇതിപ്പോ ഈ കേസ് വസ്മിനയ്ക്ക് റീച്ച് ഒന്നും വേണ്ടെന്നാണ് പറയുന്നത്, കേട്ടല്ലോ. പിന്നെ തൊപ്പി ഈ പറഞ്ഞതുപോലെ റിലേഷനിലായ സമയത്ത് നല്ലപോലെ ഫോളോവേഴ്സ് അടിച്ച് വസ്മിനയ്ക്ക് കയറി. അതുപോലെ ബ്രേക്കപ്പ് ആയപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റ അങ്ങ് ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്തു. സ്വാഭാവികം. തൊപ്പിയുടെ ഫാൻസാണ് വന്ന് കയറിയിട്ടുണ്ടായിരുന്നത്. അതെല്ലാം അതേപാടെ തന്നെ ഇറങ്ങി അങ്ങ് പോയി. അത് സ്വാഭാവികം. എന്തായാലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനി വെളുപ്പിക്കാൻ നിൽക്കേണ്ട. നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, നിങ്ങൾ വേറെ പിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ അതിൻ്റെ പേരിൽ വന്നിട്ട് വീണ്ടും വീണ്ടും സംസാരിച്ച് അതൊരു വഷളാക്കണ്ട എന്നാണ് എൻ്റെ തീരുമാനം. കേസ് നടക്കുന്നതുകൊണ്ട് എൻ്റെ പേരും കൂടെ വരുന്നുണ്ട്, ഞാനും കൂടെ ഉണ്ട് ഒളിവിൽ, അങ്ങനെ ഇങ്ങനെയെന്ന് വന്നുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് പോലായിട്ട് ഒരു ബന്ധമില്ല. അപ്പൊ വസ്മിനയ്ക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല, ധാന ഒളിവിലുമില്ല, ധാനിയുടെ വീട്ടിൽ തന്നെ ഉണ്ട് എന്നാണ് പറഞ്ഞു വന്നത്. അത് കമന്റ് ചെയ്യുന്നവരും മെസ്സേജ് അയക്കുന്നവരും ഒന്ന് ചിന്തിക്കുക അവരുടെ മാനസികാവസ്ഥ. നമ്മൾ അങ്ങനെ ചോദിക്കാതിരിക്കുക. നമ്മളടുത്താണ് ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഫ്രണ്ട് എന്തെങ്കിലും കേസിലകത്ത് പോയിട്ട് നമ്മളടുത്ത് വന്നിട്ട് നാട്ടുകാർ മൊത്തം ചോദിക്കുമ്പോൾ നമുക്ക് എങ്ങനെ അത് ഫീൽ ചെയ്യും എന്നുള്ള കാര്യം ഒന്ന് തിങ്ക് ചെയ്താൽ മതി. വിട്ടേക്ക്, ആ കൊച്ചിനെ വെറുതെ അങ്ങ് വിട്ടേക്ക്, പോട്ട്. അത് രണ്ട് വഴിക്ക് അങ്ങ് പോട്ട്. ഞങ്ങൾ ജൂലൈയിൽ ബ്രേക്കപ്പ് ആയതാ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓൻ്റെ ലൈഫ്, എനിക്ക് എൻ്റെ ലൈഫ്, ഞാൻ അതിൽ ഇടപെടാൻ പോകുന്നില്ല. അപ്പം സത്യം എന്താണെങ്കിൽ അത് തെളിയട്ടെ, അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ ദയവ് ചെയ്ത് എൻ്റെ വീട്ടുകാരെയോ എന്നെയോ വിളിച്ചിട്ട് വെറുതെ ഞാൻ കേസിലുണ്ടോ, ഞാനും ചേർന്നിട്ടുള്ള പ്ലാനാണോ, അങ്ങനെ ഇങ്ങനെ പറയരുത്. ഓക്കെ, അപ്പം എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത് ബ്രേക്കപ്പായിട്ട് എന്തുകൊണ്ട് ഇതിനെപ്പറ്റി സംസാരിച്ചില്ല, എന്തുകൊണ്ട് ഈ കമന്റ് സെക്ഷൻ ഇങ്ങനെ വന്നിട്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള ഈ ഒരൊറ്റ കാര്യമാണ്, എനിക്ക് തീർന്നു പോയ കാര്യം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഇസ്, എന്ത് റീസൺ ആണെങ്കിലും എനിക്കത് നിങ്ങളുടെ അടുത്ത് വന്ന് വിളിച്ചു പോയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. ഇപ്പം നിങ്ങളുടെ അടുത്ത് ആ റീസൺ പറഞ്ഞാലും ആർക്കൊന്നും ചെയ്യാനില്ല. കാരണം അത് നിർത്തി എന്നുള്ളത് ഞാനെടുത്ത തീരുമാനം ആസ് ഇൻ എനിക്കിനി ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഇറ്റ്സ് എഫക്റ്റിംഗ് മൈ മെന്റൽ ഹെൽത്ത് എന്ന് തോന്നിയോണ്ട് ഞാൻ എടുത്ത തീരുമാനമാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഓക്കെ, അപ്പൊ നിങ്ങളാണെങ്കിലും നിങ്ങൾക്കൊരു റിലേഷൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് അത് നിർത്തണമെന്ന് തോന്നിയാൽ നിങ്ങൾ നിർത്തും. അവിടെ ഈ തോന്നുമ്പം തുടങ്ങിയിട്ട് തോന്നുമ്പം നടത്തുന്നത് എനിക്കും യോജിപ്പില്ല. പക്ഷെ പരസ്പരം അത് പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് ഇങ്ങനെയാണ് റിലേഷനിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, ഇന്ന കാരണങ്ങളാലെന്ന് പറഞ്ഞ് അത് എതിരെ നിൽക്കുന്ന ആളും അക്സെപ്റ്റ് ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേർപിരിക്കുക. നല്ല തീരുമാനമാണ്, ഞാനത് യോജിക്കുന്നു. അല്ലാണ്ട് തോന്നുമ്പം തുടങ്ങിയിട്ട് അടുത്ത് വേറൊന്ന് കാണുമ്പോൾ അവിടെ പോയി ചാടി കയറി പിടിച്ചിട്ട് അത് എനിക്കിഷ്ടമല്ല. പൊതുവേ പറഞ്ഞതാണ്. അപ്പോൾ ഇത് മ്യൂച്വലായിട്ട് അവർ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല തീരുമാനമാണ്. എന്തിന് ചുമ്മാ നമുക്ക് താല്പര്യമില്ലാത്ത ഒരാളെ ജീവിതകാലം മൊത്തം ചുമക്കേണ്ട കാര്യമൊന്നുമില്ല. അത് പറഞ്ഞ് മനസ്സിലാക്കി വേറെ പിരിയുന്നതാണ് ബെറ്റർ. അല്ലാണ്ട് ഒന്ന് വച്ചും കൊണ്ട് അടിയിൽ കൂടി വേറെ റൂട്ട് വലിക്കുന്ന ടീംസ് ഉണ്ട്. അത് തേപ്പ്, അതൊരുമേ മൂഞ്ചി പരിപാടിയാണ്. അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളെ വന്ന് ആരും പൊങ്കാല എടുത്തില്ല, എന്തുകൊണ്ട് നിർത്തി, എന്തുകൊണ്ട് നീ തേച്ച്, അങ്ങനെ ഒരു ടോക്ക് വരത്തില്ല. ഒരാൾക്ക് ഒരു റിലേഷൻ പറ്റിയില്ലെങ്കിൽ അത് നിർത്തുക. അതിലിപ്പോൾ എന്താ തെറ്റെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ തെറ്റിയായിട്ട് എനിക്ക് തോന്നില്ല. ബിക്കോസ് ഐ ഹാവ് മൈ റീസൺ, ഐ ഹാവ് മൈ. അതെല്ലാവർക്കും സ്വയമേ അവരവർ ചെയ്തത് എപ്പോഴും ശരിയായിരിക്കും, തെറ്റായിട്ട് തോന്നത്തില്ല, സ്വാഭാവികമാണ്. എന്തായാലും ബാക്കി വാലിഡ് റീസൺസ് അതെനിക്ക് പറയാൻ താല്പര്യമില്ല. അപ്പം അത്രേ ഉള്ളൂ. ദയവ് ചെയ്ത് ഇനി കേസ് ബന്ധപ്പെട്ടിട്ട് എന്നെ ആരും വിളിക്കോ എന്നോട് അതിനെപ്പറ്റി സംസാരിക്കുകയോ ചെയ്യരുത്. എനിക്ക് ഓൻ്റെ ലൈഫായിട്ട് ഒരു ബന്ധവുമില്ല. ഓക്കെ, അപ്പം ഇത്രേ പറയാനുള്ളൂ. ശരി. പറഞ്ഞ ഇവിടെ ഇപ്പൊ തൊപ്പിക്ക് പോലും എതിരെ കേസില്ല, അങ്ങനത്തെ അവസ്ഥയിലാണ് നിൽക്കുന്നത് നിലവിൽ. തൊപ്പി റിലേറ്റ് ചെയ്തിട്ട് തൊപ്പിയുടെ ഏതോ കൂട്ടുകാരൊക്കെയാണ് ഈ പരിപാടി ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കൊള്ളാം, അന്വേഷണങ്ങൾ മുന്നോട്ട് പോട്ടെ. തൊപ്പിക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോയെന്ന് അറിയാം. നിലവിൽ പോലീസിന്റെ അന്വേഷണത്തിൽ പോലും തൊപ്പിയുടെ പേരില്ല. പിന്നെ എങ്ങനെ ന്യൂസിൽ മാത്രം തൊപ്പിയുടെ പേര് അടിച്ച് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോജിക്ക് വെച്ച് തിങ്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഏത് റീച്ച്, തൊപ്പിയുടെ പേര് വെച്ച് ആ കണ്ടന്റ് കയറും എന്നുള്ളൊരു സാധനം.
അത്രേ ഉള്ളൂ. കാരണം മുങ്ങിയ തൊപ്പി ഇപ്പോൾ പൊങ്ങുന്നത് MDMA കേസിലാണ്, സ്വാഭാവികം എന്നുള്ള രീതിയിലായിരിക്കും വളച്ചൊടിച്ച ആ വിഷയം പോകുന്നത്. അത്രയും നമ്മളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. എന്തായാലും വസ്മിനെ നിങ്ങൾ വെറുതെ വിടുക. അവർ രണ്ടുപേരും 2 ട്രാക്ക് പിടിച്ച് പോയടേ, കുറേ കാലമായി പോയിട്ട് വീണ്ടും അവിടെ പോയി കുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇനി തൊപ്പി എന്ത് ചെയ്താലും തുമ്മിയാലും തൂറിയാലും പെടുത്താലും വസ്മിനയുടെ നെഞ്ചത്ത് പോകുന്നതിൽ എനിക്ക് യോജിപ്പില്ല. എന്തായാലും ഈ വിഷയവുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ ഇടണം.